നവ്യ നായരെയും അമ്പിളി ദേവിയെയും കലോത്സവ വേദികളിലെ താരങ്ങളാക്കിയ ജോബ് മാസ്റ്റർക്കിത് തുടർച്ചയായ 38ാമത്തെ കലോത്സവമാണ്. സ്വാതി തിരുനാളിന്റെ ജീവിതകഥയ്ക്ക് ആദ്യമായി നൃത്തഭാഷ്യമൊരുക്കിയിരിക്കുകയാണ് തൃശൂർ സ്വദേശി കൂടിയായ ജോബ്. സംഘനൃത്തം അരങ്ങിലെത്തിക്കുന്നത് പാലക്കാട് കാണിക്കമാത സ്കൂൾ വിദ്യാർത്ഥികളാണ്. 39 വർഷമായി കലോത്സവ വേദികളിൽ തന്റെ ശിഷ്യരുമായി എത്തുന്ന ജോബ് മാസ്റ്ററെയാണ് ഇന്ന് പരിചയപ്പെടുന്നത്. മാസ്റ്റർ നമസ്കാരം. അങ്ങനെ 64ാമത്തെ സ്കൂൾ കലോത്സവം നടക്കുമ്പോൾ അതിലും തന്റെ കുട്ടികളുമായി എത്തുകയാണ്. ഒരുപാട് സന്തോഷം. കാരണം ഇതെന്റെ നാട് തൃശൂർ. 64ാമത്തെ സംസ്ഥാന സ്കൂൾ ദിനോത്സവത്തില് കുട്ടികളായിട്ട് 39ാമത്തെ തവണയും എത്താൻ പറ്റിയെന്നുള്ളത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. ഇത്തവണ ഏതൊക്കെ മത്സരത്തിനാണ് കുട്ടികൾ എത്തുന്നത്? ഈ വർഷം നമുക്ക് സംഘനൃത്തത്തിലും നാടോടി നൃത്തത്തിലും ഉണ്ട് കുട്ടികൾ. ഹയർ സെക്കൻഡറി വിഭാഗം സംഘനൃത്തം, ഹൈസ്കൂൾ വിഭാഗം നാടോടി നൃത്തത്തിലെ കുട്ടികളുണ്ട്. എത്ര വയസ്സ് മുതലാണ് ഈ ഒരു ഡാൻസ് ഇഷ്ടപ്പെട്ട് തുടങ്ങിയതും ഈ ഒരു മേഖലയിലേക്ക് എത്തിയതും? ഡാൻസ് ഇറ്റ്സ് എ ഗിഫ്റ്റ് ഓഫ് ലോർഡ് ഓൾമൈറ്റി. അപ്പോൾ അത് വളരെ ചെറുപ്പത്തിൽ തന്നെ എൻ്റെ അമ്മയ്ക്കും പറഞ്ഞിട്ടുണ്ട്. ഞാൻ 2 വയസ്സുള്ള സമയത്തേക്കും ഡാൻസ് പാട്ട് കേട്ടാ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മ പറയാറുണ്ട്. അത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ ഞാൻ ക്രൈസ്റ്റ് കോളേജിൽ, ഞാനവിടെ ക്രൈസ്റ്റ് കോളേജിലായിരുന്നു ഞാൻ പ്രീ ഡിഗ്രി പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് നമ്മുടെ ശിവശങ്കരൻ മാസ്റ്റർ ആണ് അവിടെ ക്രൈസ്റ്റിൽ ഗ്രൂപ്പ് ഡാൻസ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. സാറാണ് ശരിക്കും ഗുരുസ്ഥാനത്ത് നമ്മൾ ആദ്യം സാറിന് തന്നെയാണ് ഓർക്കുന്നത്. സാറിൻ്റെ കീഴിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 17 വയസ്സിൽ ക്രൈസ്റ്റ് കോളേജിലെ പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയർ സമയത്ത് 87 സംസ്ഥാന സ്കൂൾ ദിനോത്സവം എറണാകുളത്ത് നടക്കുന്നു. അപ്പോൾ ഞാൻ ആദ്യം ഒരു കുട്ടീനെ പഠിപ്പിച്ചത് ഫാൻസി ഡ്രസ്സായിരുന്നു. പ്രച്ഛന്നവേഷം പഠിപ്പിച്ചത് ആ കുട്ടിക്ക് ആ വർഷം. അന്ന് ഫാൻസി ഡ്രസ്സൊക്കെ 5 മിനിറ്റ് ടൈമായിരുന്നു. നിത്യജീവിതത്തിൽ കാണപ്പെടുന്ന കഥാപാത്രങ്ങളൊക്കെ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിക്ക്, ഞാൻ പഠിപ്പിച്ച കുട്ടിക്ക് ഫസ്റ്റ് പ്രൈസ്. അന്ന് തൊട്ട് ഇന്ന് വരെയും എല്ലാ വർഷവും ദിനോത്സവത്തിൽ കുട്ടികളെ പങ്കെടുപ്പിച്ചിട്ടുണ്ട്. എല്ലാ കുട്ടികൾക്കും ഫസ്റ്റും സെക്കൻഡും തേർഡും കിട്ടാറുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഗ്രേഡ് വന്നപ്പോഴും എല്ലാ വർഷവും നമുക്ക് ഗ്രേഡ് കുട്ടികൾ കിട്ടാറുണ്ട്. പിന്നെ കുറേ കലാതിലകങ്ങൾ, കലാപ്രതിഭകൾ, അങ്ങനെ കുറേ കുട്ടികൾ അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം വലിയ 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 സന്തോഷമുള്ള കാര്യമാണ്. കുറേ കുട്ടികൾ, ധാരാളം പേര് ഫിലിം ഇൻഡസ്ട്രിയിലുണ്ട് ഇപ്പോഴും. ഈവൻ ഇൻ ചാനൽസ് നന്നായിട്ട് ആങ്കർ ചെയ്യണ കുട്ടികളെ, സംസാരിക്കണ മീഡിയ പേഴ്സണാലിറ്റീസ് ധാരാളം പേരുണ്ട്. ധാരാളം കുട്ടികൾ, അറൗണ്ട് 35,000-ഓളം കുട്ടികളെ ഈ ഒരു സമയത്ത് ഈ കാലഘട്ടത്തിനുള്ളിൽ പഠിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. നമ്മൾ കലോത്സവം എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം ഓർമ്മ വരുന്ന പേരുകളിലൊന്ന് നവ്യ നായരും അമ്പിളി ദേവിയും ഒക്കെ ആയിരിക്കും. അവരെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ? നവ്യ, അമ്പിളി എന്റെ സ്റ്റുഡൻസ് ആയിരുന്നു. രണ്ടുപേരും ഈ ഒരു സംഭവം നടക്കുന്നത് തൊടുപുഴ കലോത്സവത്തിലാണ്. അന്ന് നവ്യ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ആണിതുണ്ടായത്. അപ്പോൾ നവ്യന്റെ അടുത്ത് പഠിക്കുന്നുണ്ട്. അതിനുശേഷം നന്ദനം ഫിലിമിലേക്ക് വന്നപ്പോഴും ഇവിടെ വന്ന് പഠിച്ചിട്ട് തന്നെയാണ് നവ്യ ഹയർ സെക്കൻഡറി വിഭാഗത്തിലോ നാടോടി നൃത്തത്തിൽ അന്ന് സമ്മാനം ഉണ്ടായിരുന്നു. അമ്പിളിയും അതുപോലെ തന്നെ നല്ല മിടുക്കിയുള്ള കുട്ടികൾ, രചന നാരായണൻകുട്ടി, അങ്ങനെ കുറേ കുട്ടികൾ. ഇപ്പോൾ പറയാൻ അത്രയധികം കുട്ടികളുണ്ട് പറയാനായിട്ട്. മാസ്റ്റർ കലോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഞാൻ ക്രൈസ്റ്റ് കോളേജിൽ പഠിക്കുമ്പോൾ മാത്രമാണ് പങ്കെടുത്തിട്ടുള്ളത്. അന്ന് ഞങ്ങൾ ക്രൈസ്റ്റ് കോളേജിലെ ഡാൻസ് ടീം എപ്പോഴും വിന്നേഴ്സാണ്. അപ്പോഴും ഞങ്ങൾ തന്നെയാണ് അന്ന് വിൻ ചെയ്തത്. അത് അന്ന് ഞങ്ങൾ സ്റ്റേജെല്ലാം പൊളിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ആൺകുട്ടികൾ 8 ആൺകുട്ടികൾ കയറി സ്റ്റേജിൽ കളിച്ചോടെ തുടങ്ങിയ സ്റ്റേജ് ഇടിഞ്ഞു പൊളിഞ്ഞു വീണ ചരിത്രമൊക്കെ ഇട്ടുണ്ടായിരുന്നു. അങ്ങനെ ചരിത്രത്തിലൂടെയാണ് ഇവിടം വരെ എത്തിയതല്ലേ? അല്ല, ഇത് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സാൻസ്ക്രിറ്റ് ആയിരുന്നു പഠിച്ചിരുന്നത് 5ാം ക്ലാസ് മുതൽ. അതുകൊണ്ട് തന്നെ ഡിഗ്രി വരെയും സാൻസ്ക്രിറ്റ് ഉണ്ടായിരുന്നു കൂട്ടിന്. അതുകൊണ്ട് തന്നെ എനിക്ക് ആവശ്യമുള്ള പാട്ടുകളെല്ലാം സ്വയം എഴുതാനും അത് ചിട്ടപ്പെടുത്താനും എല്ലാം ഇതുവരെ എൻ്റെ 93 മുതൽ സംസ്ഥാന സ്കൂൾ ദിനോത്സവത്തിൽ ഞാൻ ആദ്യമൊന്നും ഞാൻ പാട്ടുകൾ എഴുതിയിരുന്നില്ല. 93 എൻ്റെ 23ാമത്തെ വയസ്സ് മുതൽ ഞാൻ തന്നെയാണ് എൻ്റെ പാട്ടുകൾ എഴുതുന്നതും ട്യൂൺ ചെയ്യുന്നതും എല്ലാം. അപ്പോൾ അത് വലിയൊരു സന്തോഷമാണ്. ഇപ്പോൾ ഈ വർഷം ചെയ്യുന്ന പുതിയ 2 ഐറ്റംസ്, ഒന്ന് മഹാരാജ സ്വാതി തിരുനാളിനെ കുറിച്ചിട്ടാണ്. കേരളത്തിലെ കലകളെ ഇത്രയധികം പ്രോത്സാഹിപ്പിച്ച നമ്മുടെ രാജ്യത്തിന്, ഞാൻ അദ്ദേഹത്തിൻ്റെ ലൈഫ് ഹിസ്റ്ററി കൂടെ പോയപ്പോൾ എന്തുമാത്രം കാര്യങ്ങൾ. അപ്പോൾ അതെല്ലാം ആ ലെഗസിനെ കുറിച്ചിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ ഈ ഗ്രൂപ്പ് ഡാൻസിലൂടെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളെല്ലാവരും അറിഞ്ഞിരുന്നല്ലോ, നമുക്ക് ആലുവയിലൊരു കുട്ടീനെ പട്ടാപ്പകല് രാത്രി എടുത്തു കൊണ്ടുപോയിട്ട് മൃഗീയമായിട്ട് പീഡിപ്പിച്ച് കൊന്ന സംഭവം മനസ്സിനെ ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചിരുന്നു. അതിനെ ബേസ് ചെയ്തിട്ട്, പക്ഷെ അതൊരു ബീഹാറി, അതൊക്കെ നമുക്കൊരു നാടൻ കഥാപാത്രത്തിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഒരു ആദിവാസികളുടെ ലൈഫ് ഹിസ്റ്ററിയോടെ വന്നിട്ട് അതിനെ ഇന്റർപ്രറ്റ് ചെയ്തിട്ട് ഞാൻ അതേ സബ്ജക്റ്റ് തന്നെ വേറൊരു തരത്തിൽ കൊണ്ടുവരുന്നുണ്ട്. അതായത് പിച്ചി ചീന്തപ്പെടുന്ന ബാല്യങ്ങൾ, അങ്ങനത്തെ സംഭവങ്ങൾ വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞു വരുമ്പോഴാണ് നമുക്ക് നാടോടി നൃത്തം എന്ന് പറഞ്ഞാൽ നാടൻ നൃത്തമാണ്. അപ്പോൾ ഞാൻ തൊട്ടുമ്പോൾ പറഞ്ഞല്ലോ, ഞാൻ എങ്ങനെയാണ് ഒരു ബീഹാറി വന്നിട്ട് കൊണ്ടുപോയി എന്നുള്ള കാര്യം, എനിക്കൊരു ഫോക്ക് ഡാൻസ് കൂടെ അവതരിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്.
പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. അതായത് പലരും ഇപ്പോൾ നിങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, പോലീസ് പോലും വേഷം നാടോടി നൃത്തത്തിൽ. അപ്പോൾ നാടൻ നൃത്തം എങ്ങനെയാ ഒരു പോലീസ് ഉദ്യോഗസ്ഥ എങ്ങനെയായിരിക്കും നാടോടി കഥാപാത്രമാവാന്ന് എനിക്കറിയുന്നില്ല. അപ്പോൾ അതെല്ലാം സബ് ജില്ലാ തലത്തിൽ തന്നെ വരുന്ന വിധികർത്താക്കളുടെ അജ്ഞതയാണ്. ശരിക്കും ഇങ്ങനെ സംസ്ഥാന തലത്തിൽ എത്തുമ്പോൾ അതിനെ എനിക്ക് അജ്ഞത എന്ന് മാത്രമേ പറയാൻ പറ്റുന്നുള്ളൂ. കാരണം വ്യക്തമായിട്ട് മാനുവലിൽ പറയുന്നുണ്ട്, ഇന്ന മാതിരി ആയിരിക്കണം നൃത്തം, ഇന്ന മാതിരി ആയിരിക്കണം വേണ്ടത് എന്നെല്ലാം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ പറച്ചിലിനെ മറികടന്നിട്ട് വരുന്ന രീതിയിൽ പെർഫോമൻസ് എത്തുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ സംഘനൃത്തത്തിലാണെങ്കിലും ശരി, സഭ്യതയുടെ അതിർവരമ്പ് കിടക്കുന്ന, അല്ലെങ്കിൽ പലതും സംഘനൃത്തം എന്ന് പറയുമ്പോൾ നൃത്തമാണ് വേണ്ടത്. അതിന് പകരം ഡയലോഗ്സ് എല്ലാം വന്ന് പാൻറ്റോമൈം പോലെ വരുന്ന അങ്ങനെ കുറേ കാര്യങ്ങൾ, അതെല്ലാം ഒന്നും യോജിക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ അത് ശരിക്കും ഇപ്പോൾ എല്ലാവരും ഹൈപ്പ് എന്നുള്ളൊരു ലെവലിലാണോ അങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ വരുമ്പോൾ കല എവിടെയോ കിടന്നിട്ട് നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഈവൻ ഭരതനാട്യത്തിലും എല്ലാം അങ്ങനെ വരുന്നുണ്ട്. ക്ലാസിക്കൽ നൃത്ത രൂപങ്ങളിൽ പോലും നമ്മൾ കാണാൻ ആഗ്രഹിക്കാത്ത ആ ഒരു സാത്വികമായുള്ള രീതി വിട്ടിട്ട് ഈ ഒരു ഹൈപ്പിന്റെ പിന്നാലെ പോകുന്ന പ്രവണത ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. മേ ബി അത് ജെൻസികളുടെ ഒരു താല്പര്യത്തിനോടായിട്ടോന്ന് എനിക്കറിയില്ല. ജെൻസിയുടെ വൈബിലേക്ക് മാറുന്നതായിരിക്കും. എന്തായാലും നമുക്ക് സ്വാതി തിരുനാളിന്റെ ജീവിതം ഇത്തവണ ഒരു പ്രമേയമായി എത്തുമ്പോൾ ആ ഒരു ഗ്രൂപ്പ് ഡാൻസ് നമുക്ക് അതും കൂടി ഒന്ന് കണ്ടുവരാം. സ്വാതിതാരമായി തിരുവിതാംകൂറിന്റെ മണ്ണിൽ ഭൂജാതനായൊരു ശ്രീ പത്മനാഭന്റെ ദാസൻ, കവിയും ആത്മീയും പണ്ഡിത ശ്രേഷ്ഠനും നീയേ. കലാലോകനിന്നോളം പാടുന്നു നിന്റെ കീർത്തനങ്ങൾ. എന്നാലും വളരെ മനോഹരമായിട്ടാണ് ഈ കുട്ടികൾ ഇത് അവതരിപ്പിച്ചത്. ഹായ്, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ നിങ്ങളുടെ എക്സ്പ്രഷനൊക്കെ കണ്ടോണ്ടിരിക്കാൻ. ഇന്ന് മേക്കപ്പ് ഇട്ട് നിങ്ങൾ ഇത് പെർഫോം ചെയ്യുമ്പോൾ ഇതിനധികം ദൃശ്യവിരുന്നായിരിക്കും. എവിടെന്നാ വരുന്നത്? പാലക്കാട് കാണിക്കമാത സ്കൂളിൽ നിന്ന്. ഇത് എത്ര ദിവസത്തെ പ്രാക്ടീസ് ആയിരുന്നു? ആക്ച്വലി ഇത് ഞങ്ങള് ജൂലൈ തൊട്ട് ഇതിന്റെ പ്രാക്ടീസ് തുടങ്ങി. പിന്നെ സ്റ്റേറ്റിന്റെ പ്രാക്ടീസ് ഫുള്ള് ഞങ്ങള് വെക്കേഷനൊക്കെ സ്കൂളിൽ വന്നിട്ട് തന്നെ ഫുൾ ടൈം പ്രാക്ടീസ് ആയിരുന്നു, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. മാസ്റ്റർ നിങ്ങളെ പഠിപ്പിച്ചെടുത്തു. അതെ, നല്ലോണം ശരിയാക്കി, കഷ്ടപ്പെട്ടു. ചെറുതായിട്ട് വഴക്കൊക്കെ പറയാറുണ്ട്? അടിക്കോ? അങ്ങനെയില്ല, വഴക്ക് ചെറുതായിട്ട് ചില സമയം ഞങ്ങൾ വെറുതെ കളിച്ചൊക്കെ ഇരിക്കുമ്പോ. നിങ്ങൾ ഈ ഒരു തീം സ്വാതന്ത്ര്യ തിരുനാളിന്റെ ജീവിതമാണ് നിങ്ങൾ പറയുന്നത്, അതാണ് പെർഫോം ചെയ്യാൻ പോകുന്നതെന്ന് അറിഞ്ഞപ്പോഴുള്ള നിങ്ങളുടെ ആ സമയത്തെ ഒരു എക്സൈറ്റ്മെന്റ് എങ്ങനെയായിരുന്നു? ഭയങ്കര ഹാപ്പി ആയിരുന്നു, അതേപോലെ പ്രൗഡും ആയിരുന്നു. കാരണം ഇത്രയും വലിയൊരു ലെജൻഡിന്റെ തീം എടുത്ത് ചെയ്യാന്ന് പറയണത് അത് ചെറിയ കാര്യമല്ല. സാറിന്റെ വർക്കാണ് ഇതിൽ കൂടുതൽ. ഞങ്ങള് അതിലൊന്ന് ഞങ്ങളുടേതായിട്ടുള്ളത് ചെയ്തു എന്ന് മാത്രം, എല്ലാം സാറിന്റെയാണ്. പിന്നെ അതേപോലെ സ്കൂളിൽ നിന്നുള്ള സപ്പോർട്ട്, പാരന്റ്സ് എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇതുവരെ എത്തിയത്. സ്കൂളിൽ നിന്ന് ഞങ്ങളോട് പൈസ പോലും വാങ്ങാതാണ്. പല സ്കൂളുകളും പൈസ വാങ്ങിയിട്ടാണ് കുട്ടികളെ കളിപ്പിക്കുന്നത് കലോത്സവത്തിൽ. ഞങ്ങൾ അതൊന്നുമില്ല, കലയ്ക്ക് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഞങ്ങളുടെ സ്കൂള്. പിന്നെ അതേപോലെ പ്രിൻസിപ്പാള്, ടീച്ചേഴ്സ് എല്ലാവരും ഭയങ്കര സപ്പോർട്ടും ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു എല്ലാ കാര്യങ്ങൾക്കും. ഞങ്ങൾ ചെറുതായിട്ടൊന്ന് തളർന്നു പോയാൽ പോലും അവരുടെ മോട്ടിവേഷൻ കൊണ്ട് ഞങ്ങൾ ഇതുവരെ എത്തി. നിങ്ങൾ ഡാൻസ് പഠിക്കുന്ന കുട്ടികളും കൂടിയല്ലേ? മറ്റേതെങ്കിലും ഇനത്തിൽ പങ്കെടുക്കുന്നുണ്ടോ? ഇല്ല, ഇപ്രാവശ്യം ഗ്രൂപ്പ് ഡാൻസ് മാത്രമേ ഉള്ളൂ, ഫോക്കസ് ചെയ്ത് അതെ വന്നിരിക്കുകയാണ്. അപ്പൊ എല്ലാവിധ ആശംസകളും സ്റ്റേജിലും ഇതുപോലെ പെർഫോം ചെയ്യാൻ കഴിയട്ടെ. എന്തായാലും വളരെ മനോഹരമായിട്ടാണ് കുട്ടികൾ ഇത് അവതരിപ്പിച്ചത്. അതിന് സാറിനും അഭിനന്ദനം. നന്നായി. കുട്ടികളെ പഠിപ്പിച്ചെടുക്കാൻ ബുദ്ധിമുട്ടിയോ? കുട്ടികള് അല്ല, തുടക്കത്തില് കുറച്ച് പേര് ന്യൂ കമേഴ്സ് ആണ്. അപ്പൊ അവർക്ക് ഈ ഒരു സ്റ്റൈൽ ഓഫ് ഡാൻസ് ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു.
അപ്പോൾ ഞാൻ അതിൽ അവരോട് പറഞ്ഞിട്ടുണ്ട് അവരുടെ ഒരു ചേഞ്ച് ഓവർ അത് ഇറ്റ് വാസ് അമേസിങ്. അവർ ഭയങ്കരമാര് ഇപ്പം നേരത്തെ കണ്ടില്ല, അവർ ഭയങ്കര പ്രൊഫഷണൽസ് ആയി മാറി. അതാ ആ ഒരു ചേഞ്ചാണ്. ഞാൻ ആ സ്കൂളിൽ ഇത് 25ാമത്തെ വർഷം. എനിക്ക് തോന്നുന്നു ഇറ്റ് മേ ബി എ ഹിസ്റ്ററി. ഒരു ഡാൻസ് മാസ്റ്റർ ഒരു സ്കൂളിൽ കണ്ടിന്യൂസ് ആയിട്ട് 25 years പഠിപ്പിക്കാന്ന് പറയുന്നത് ഇപ്പോൾ ഇറ്റ്സ് ലൈക്ക് മൈ ഫാമിലി, എൻ്റെ വീട് പോലെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്വാതന്ത്ര്യം, ഒരു സ്നേഹം എല്ലാം ഉണ്ട്. അപ്പൊ എന്തായാലും സാറിനും കുട്ടികൾക്കും എല്ലാവിധ ആശംസകളും. നാളത്തെ നമ്മുടെ നവ്യ നായരോ അമ്പിളി ദേവിയോ രചന നാരായണൻകുട്ടിയൊക്കെയാണ് ഈ നിൽക്കുന്നത്. അതുപോലെ സിനിമയിലും അല്ലെങ്കിൽ ഉയരങ്ങളിലേക്ക് നിങ്ങൾ എത്തട്ടെ. എല്ലാവിധ ആശംസകളും. ക്യാമറാമാൻ KP ദിനേശിനോടൊപ്പം നവമി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.